രാവിലെ 7 മണിക്ക് തന്നെ ഞാൻ കമ്പനിയിൽ എത്തിയിരുന്നു. തമിഴ്നാട് പെരുന്തുറയിലുള്ള ഒരു തുണിമില്ലിലാണ് നമ്മുടെ ലോഡ് ഇറക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ധാരാളം വിറകുകൾ അവിടെ ഇറക്കി കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. നമുക്ക് രാവിലെ 8 മണി 8:30 കൂടി നല്ല ചൂടായി. കേരളത്തിനെ അപേക്ഷിച്ച് തമിഴ്നാട് ചൂട് കൂടുതലാണല്ലോ. 12 മണി 12:15 നമ്മുടെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. ഞാൻ നേരെ ലോറി ബുക്കിംഗ് ഓഫീസിലേക്ക് പോയി. ഇതാണ് ലോറി ബുക്കിംഗ് ഓഫീസ് പാർക്കിംഗ്. ഇവിടെ ധാരാളം വണ്ടികളുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. സമയം 1 മണി. ഞാൻ ലോറി ബുക്കിംഗ് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി വണ്ടിക്കടയിലേക്ക് പോയി. ഇതാണ് വണ്ടിക്കട. വണ്ടിക്കടയിൽ നിന്നും ഫുഡ് കഴിച്ചു. തക്കാളി സാധത്തിന് 50, ചിക്കൻ ബിരിയാണിക്ക് 80. ഞാനൊരു തക്കാളി സാധം കഴിച്ചു. ഇവരുടെ ചിക്കൻ ബിരിയാണി നമുക്കത്ര ദഹിക്കില്ല, കാരണം ചിക്കൻ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞാൻ വണ്ടിയിൽ വന്നിരുന്നു. അപ്പോഴാണ് ഓണർ വിളിക്കുന്നത്. മുതലാളി വിളിച്ചിട്ട് പറഞ്ഞു, പാലക്കാട് കഞ്ചിക്കോട്ടിന് വണ്ടി കാലി പോരെ എന്ന്. അവിടെ നിന്ന് കമ്പി കയറ്റാനുണ്ടെന്നാണ് മുതലാളി പറഞ്ഞത്. നമ്മുടെ കടയിലേക്ക് തന്നെയാണ് കമ്പി. കൈരളി TMTയുടെ കമ്പി എടുക്കാൻ നേരെ ഞാൻ അവിടെ നിന്ന് പോന്നു. 2 മണി വരെ ഞാൻ ബുക്കിംഗ് ഓഫീസിൽ വെയിറ്റ് ചെയ്തിരുന്നു, എന്തെങ്കിലും ലോഡ് ആവുമോ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ലോഡൊന്നും ആയില്ല. പെരുന്തുറയിൽ നിന്നും പാലക്കാട് കഞ്ചിക്കോടിന് 100 കിലോമീറ്ററിന് മുകളിലുണ്ട്. അങ്ങനെ വണ്ടിയുമായി ഞാൻ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ യാത്ര 3 വരി പാതയിലൂടെയാണ്. സമയം 2 മണി കഴിഞ്ഞു. 2:15 2:30 ആയി. നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ. വലിയ ബ്ലോക്കൊന്നും കാര്യങ്ങളൊന്നുമില്ല. നടുവിലൂടെ നല്ല പൂക്കളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക റോഡുകളും ഇതേപോലെ നല്ല ഭംഗിയുള്ള റോഡുകളാണ്. ഇതാണ് ചരക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇത്. തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം കണ്ടുവരുന്ന ഇതാണ്. ചരക്ക് വാഹനങ്ങളെല്ലാം സുരക്ഷിതമായി നമുക്ക് പാർക്ക് ചെയ്യാനും റെസ്റ്റ് എടുക്കാനുമുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ട്. കേരളത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ചരക്ക് വാഹനങ്ങൾ ഓടിച്ചു വരുന്ന ഡ്രൈവർമാർക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഇരിക്കാനോ മൂത്രമൊഴിക്കാനോ ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പല ഡ്രൈവർമാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് L&T ബൈപ്പാസ്. ഒരു പ്രൈവറ്റ് കമ്പനി നിർമ്മിച്ച റോഡാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഇതിൻ്റെ ടോളെല്ലാം പിരിക്കുന്നത് തമിഴ്നാട് സർക്കാരാണ്. അവരുടെ കരാറെല്ലാം തീർന്നു. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടോ അവരുടെ കരാറെല്ലാം തീർന്നിട്ട്. നീലാംപൂർ തൊട്ട് മധുക്കര വരെ 28 കിലോമീറ്ററോളം നീളി കിടക്കുന്ന ഒരു സിംഗിൾ പാതയാണ്. ഇവിടെ ഉടനടി 6 വരി പാത വരുമെന്ന് പറയുന്നു. ഇവിടെ ടോള് കുറച്ചുകൊണ്ടുള്ള റോഡാണ് വരുമെന്ന് പറയുന്നത്. ഇപ്പോൾ 5-6 ടോളുകൾ ഇവിടെയുണ്ട് ഈ റൂട്ടിൽ തന്നെ. അതുകൊണ്ട് അതിൻ്റേതായ ബ്ലോക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അടുപ്പിച്ച് 6-7 ടോളുകൾ ഉണ്ട് ഇത്ര കിലോമീറ്റർ ഗ്യാപ്പിൽ. 28 കിലോമീറ്ററാണ് മൊത്തം ഈ റോഡ് വരുന്നത്. തമിഴ്നാട്ടിലെ ഒരു മെയിൻ ഒരു റോഡാണിത്, L&T ബൈപ്പാസ്. എല്ലാവർക്കും അറിയാം ഈ റോഡിനെ കുറിച്ച്. സിംഗിൾ റോഡെല്ലാം തീർന്നു. വണ്ടി 4 വരി പാതയിലേക്ക് കയറി. തമിഴ്നാട് കേരള ബോർഡർ ആകാറായി. നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാം മലബാർ സിമെന്റിന്റെ ഫാക്ടറി. കേരള സർക്കാരിൻ്റെയാണ് മലബാർ സിമെന്റ് ഫാക്ടറി. താഴെ നമുക്ക് ലോറി പാർക്കിംഗ് കാണാം. ഈ വണ്ടിക്കാരെല്ലാം റെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഇനി രാത്രിയാണ് പോവുകയുള്ളൂ. ഇപ്പോൾ സമയം 4:30 ആയി. 5 മണിക്കുള്ളിൽ നമുക്ക് കമ്പനിയിൽ എത്തണം. എന്നാലാണ് നമുക്ക് കമ്പനിയിലോട് കയറ്റി കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ 5 മണി 5:10 കൂടി കമ്പനിയിലെത്തി. ചെന്ന വഴി എനിക്ക് ലോഡ് കയറ്റാൻ വേണ്ടി വണ്ടി ഉള്ളിൽ കയറ്റി. ഇതാണ് കമ്പി ഫാക്ടറി. കൈരളി TMTയുടെ കമ്പി ഫാക്ടറിയാണ്. ലോഡെല്ലാം കയറ്റി തുടങ്ങി. ചെന്നപ്പോൾ തന്നെ ലോഡെല്ലാം കയറ്റി തുടങ്ങി. എനിക്ക് വേണ്ടത് 12 ടണ്ണാണ്. 12 ടൺ കമ്പി അവർ കയറ്റി തന്നു. എൻ്റെ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് 7 പേരാണ്. മുകളിൽ 3 പേർ നിൽക്കുന്നുണ്ട്, താഴെ 4 പേർ. താഴത്തെ 4 പേർ പൊക്കി കൊടുക്കുന്നു. മുകളിൽ 3 പേർ അത് മേടിച്ച് കറക്റ്റായിട്ട് അട്ടിയിടുന്നു. നല്ല അട്ടിയാണ് അവരുടേത്. ലോഡെല്ലാം കയറ്റി 7 മണിക്ക് തന്നെ എനിക്ക് ബില്ല് കിട്ടി. ഞാൻ 7 മണി 7:15 ഞാൻ പുറത്തിറങ്ങി. ഇത് കമ്പി അവർ ലൈവായിട്ട് മടക്കുന്ന ഒരു വീഡിയോയാണ്. രാത്രി 1 മണി ആയപ്പോഴേക്കും അടിവാട് എത്തി. കോതമംഗലം അടിവാട് നമ്മുടെ കടയിലാണ് ലോഡ് ഇറക്കുന്നത്. രാവിലെ 8 മണിക്ക് ശേഷം നമ്മുടെ കടയിൽ ലോഡ് ഇറക്കി. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. ഇതാണ് നമ്മുടെ കമ്പി ലോഡ്.